നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് സ്വാഗതം. ഷിരൂർ മണ്ണിടിച്ചിലിൽ കാണാതായവർക്ക് വേണ്ടി തിരച്ചിൽ നടത്താനെത്തിയ മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപ്പയെ പോലീസ് തടഞ്ഞു. അനുമതിയില്ലാതെ തിരച്ചിൽ നടത്താൻ കഴിയില്ലെന്നാണ് പോലീസ് പറയുന്നത്. പുഴയിൽ ഇറങ്ങിയ ഈശ്വർ മൽപ്പയെ പോലീസ് സംഘം കരയ്ക്ക് കയറ്റി. ഇതോടെ ദൗത്യം ഇനി മുന്നോട്ടു പോകുമോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെ കൂടാതെ ജഗന്നാഥൻ എന്നയാളുടെ കുടുംബവും തെരച്ചിൽ നടത്തണമെന്ന ആവശ്യവുമായി ഇതിനോടകം രംഗത്തെത്തിയിട്ടുണ്ട്. തിരച്ചിൽ നടത്തിയില്ലെങ്കിൽ സമാധാനപരമായ സമരത്തിലേക്ക് പോകുമെന്നും ജഗന്നാഥന്റെ കുടുംബം മാധ്യമങ്ങളോട് പറഞ്ഞു. ഷിരൂരിൽ നടക്കുന്നത് കനത്ത അനീതിയാണെന്നും ജഗന്നാഥന്റെ കുടുംബം പ്രതികരിച്ചു. തങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചാണ് ഈശ്വർ മൽപ്പെ എത്തിയതെന്നും തടയുന്നതിൽ അമർഷമുണ്ടെന്നും കൃതിക പറഞ്ഞു. ഏകദേശം ഒരു മാസത്തിനപ്പുറമായി അങ്ങുമിങ്ങും എത്താതെ നീളുകയാണ് ഷിരൂരിലെ ഈ തിരച്ചിൽ. ഡ്രഡ്ജിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അതിൻ്റെ ചിലവ് ആര് വഹിക്കും, അല്ലെങ്കിൽ ചിലവ് എങ്ങനെ വഹിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ രണ്ട് കുടുംബങ്ങളും, ജഗന്നാഥന്റെ കുടുംബവും അതുപോലെ തന്നെ ഷിരൂരിൽ കാണാതായ അർജുൻ്റെ കുടുംബവും ഇപ്പോൾ ആശങ്കയിലാണ്. ഇരുവരും കടുത്ത അമർഷം മാധ്യമങ്ങളോട് രേഖപ്പെടുത്തി. ഓട്ടോറിക്ഷകൾ ഇനി സ്റ്റേറ്റ് സർവീസുകൾ പെർമിറ്റിൽ ഇളവ് വരുത്തി സംസ്ഥാന ട്രാൻസ്പോർട്ട് അതോറിറ്റി ഉത്തരവിറക്കുന്നത് CITUവിൻ്റെ ആവശ്യപ്രകാരമാണെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന ആരോപണം. ഇതുവരെ ഹ്രസ്വദൂരം മാത്രം സർവീസ് നടത്താൻ പെർമിറ്റ് ഉണ്ടായിരുന്ന ഓട്ടോറിക്ഷകൾക്ക് ഇനി മുതൽ സംസ്ഥാനമാകെ സർവീസ് നടത്താനുള്ള അനുമതിയാണ് ഇതിലൂടെ ലഭിക്കുന്നത്. എന്നാൽ CITU നിർദ്ദേശപ്രകാരം വന്ന ഉത്തരവിനെ ഇപ്പോൾ CITU തന്നെ എതിർക്കുന്നുവെന്നും ഏറ്റവും വിചിത്രമായ ഒരു കാര്യം കൂടി പുറത്തു വരുന്നുണ്ട്. CITUവിൻ്റെ കണ്ണൂരിലെ നേതാക്കളാണ് ഓട്ടോറിക്ഷയ്ക്കായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. എന്നാൽ സംസ്ഥാന നേതൃത്വം അതിനെ എതിർക്കുകയും ചെയ്യുന്നുണ്ട്. കേരളം മുഴുവൻ സർവീസ് നടത്താനുള്ള പെർമിറ്റുകൾ അനുവദിക്കാനാണ് തീരുമാനം. ഉദ്യോഗസ്ഥർ ഇതിനെ എതിർത്തിരുന്നുവെങ്കിലും അത് മറികടന്നാണ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ഇക്കാര്യത്തിൽ നിലപാട് സ്വീകരിച്ചത്. കേരളത്തിലെ ബഹുഭൂരിഭാഗം ഓട്ടോറിക്ഷകളും ഇതിനെ അനുകൂലിക്കുന്നില്ല എന്നതാണ് വസ്തുത. സംസ്ഥാന വ്യാപകമായി പെർമിറ്റ് നൽകിയാലും ദീർഘദൂര ഓട്ടത്തിന് വലിയൊരു വിഭാഗം യാത്രക്കാരും ഓട്ടോയെയും ആശ്രയിക്കില്ല. ന്യൂനപക്ഷം മാത്രമേ അതിന് തയ്യാറാകൂ. എന്നാൽ സംസ്ഥാനത്ത് പെർമിറ്റ് കിട്ടുന്നതോടെ ഏത് ഓട്ടോയ്ക്കും എവിടെയും ഓടാനാകും എന്നതും പ്രശ്നമായി മാറുമെന്നും ഒരു വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് തിരുവനന്തപുരം നഗരത്തിലെ അഡ്രസ്സിലുള്ള ഓട്ടോകൾക്ക് മാത്രമേ സിറ്റിയിൽ ഓടാനാകൂ. പഞ്ചായത്ത് അഡ്രസ്സുള്ളവർക്ക് അതിന് കഴിയില്ല. പലപ്പോഴും പഞ്ചായത്ത് ഓട്ടോകൾ നഗരത്തിൽ ഓടുന്നത് സംഘർഷങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. അവരുടെ പരിധിയിൽ മറ്റൊരു ഓട്ടോ കയറുന്നതിനെ ഓട്ടോ തൊഴിലാളികളും അംഗീകരിക്കുന്നില്ല. കോഴിക്കോടും സമാന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനിടെയാണ് ഓട്ടോറിക്ഷകൾ സംസ്ഥാന വ്യാപകമായി ഓടാനുള്ള അനുമതി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതോടെ ഓടാനുള്ള പരിധി ഇല്ലാതാകും. ഫലത്തിൽ ദീർഘദൂര ഓട്ടങ്ങൾക്കപ്പുറം ജില്ലാതലത്തിൽ പരിധി ലംഘിച്ചുള്ള ഓട്ടങ്ങളാകും സംഭവിക്കുക. ഇതിനെ ബഹുഭൂരിപക്ഷം ഡ്രൈവർമാരും എതിർക്കുന്നുണ്ട്. ഇപ്പോൾ ഈ തീരുമാനം പിൻവലിക്കണമെന്നും CITUവിൻ്റെ ഒരു വിഭാഗം ആവശ്യവുമായി മുന്നിട്ട് വന്നിട്ടുണ്ട്. തിരുവനന്തപുരം ഭീമാപ്പള്ളി വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. സംഘർഷ അവസ്ഥ പലപ്പോഴും നിലനിന്നിരുന്ന ഭീമാപ്പള്ളി ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അവിടുത്തെ ക്രമസമാധാന പ്രശ്നം കൊണ്ട് തന്നെ വാർത്തകളിൽ ഇടം പിടിക്കുകയാണ്. ഭീമാപ്പള്ളിയിൽ കഴിഞ്ഞ ദിവസം ഷിബിൽ എന്നയാളെ കൊന്ന പ്രധാന പ്രതികളെ പിടികൂടുക അസാധ്യമെന്ന നിഗമനത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് പോലീസ്. ഒരു പ്രതിയെ പിടിക്കാൻ പോലീസിനായെങ്കിലും കരയിൽ ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് ഇയാളെ പിടിക്കാനായത്. പക്ഷേ മറ്റു പ്രതികൾ കടലിലാണ്. അതുകൊണ്ട് തന്നെ കടലിൽ പോയി പ്രതികളെ പിടിക്കുക പോലീസിന് ശ്രമകരമായ ദൗത്യമാണ്. ഇത് മനസ്സിലാക്കിയാണ് പ്രതികൾ ഇപ്പോൾ ഉൾക്കടലിലേക്ക് പോയതെന്നാണ് പോലീസും പറയുന്നത്. കൊലപാതകത്തിന് പിന്നാലെ വ്യാഴാഴ്ച രാത്രി ഇനാസ് തമിഴ്നാട്ടിലേക്ക് പോയി. ഇനാദും സഫീറും പെരുമാതുറയിലെത്തി മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം ബോട്ടുകളിൽ കടലിലേക്കും പോയി. ദിവസങ്ങളോളം കടലിൽ മീൻ പിടിക്കുന്ന വള്ളങ്ങളിലാണ് പ്രതികൾ ഒളിച്ചത്. ഒരു വള്ളം തിരികെ പോകുമ്പോൾ പിന്നാലെ വള്ളങ്ങളിൽ മാറിക്കയറുകയാണ് ഈ ക്രിമിനലുകളുടെ രീതി. അതുകൊണ്ട് തന്നെ ഏത് വള്ളത്തിലാണ് ഇവരുണ്ടാകുക എന്ന് ഉറപ്പിക്കാൻ കഴിയില്ല. മീൻ പിടിക്കാൻ വരുന്നവർ ഭക്ഷണവും മറ്റും കൊണ്ടുവരികയും ചെയ്യും. എല്ലാ തരത്തിലും അടിച്ചുപൊളിച്ച് കടലിൻ്റെ നടുവിലുള്ള ഒളിജീവിതം ആസ്വദിക്കുകയാണ് ഇത്തരം ക്രിമിനലുകൾ. പോലീസിനോട് ഈനാസാണ് ഈ ഒളിവ് രീതി ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈനാസിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മറ്റു പ്രതികളെ പിടികൂടാനും വള്ളങ്ങൾ കണ്ടെത്താനും പൂന്തുറ പോലീസ് കോസ്റ്റൽ പോലീസിന്റെ സഹായം തേടിയിട്ടുണ്ട്. തീരമേഖലയിലുള്ളവർക്ക് കടലുമായി ഇടപഴകി പഴക്കമുണ്ട്. അവർക്ക് എത്രനാൾ വേണമെങ്കിലും കടലിൽ കഴിയാനുമാകും. ഈ മേഖലയിലെ ക്രിമിനലുകളെല്ലാം കടലിലാണ് കേസിൽ കുടുങ്ങുമ്പോൾ ഒളിത്താവളമാക്കി മാറ്റാറുള്ളത്. ഇതാണ് പോലീസിന് ഇപ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുന്നത്. സിന്തറ്റിക് ലഹരിയുടെ കയറ്റുമതി കേന്ദ്രമായി മാറുന്ന ഈ തിരുവനന്തപുരം തീരങ്ങൾ, പ്രത്യേകിച്ചും ഭീമാപ്പള്ളി പൂന്തുറ കേന്ദ്രീകരിച്ചുള്ള സ്ഥലങ്ങളിൽ കോസ്റ്റ് ഗാർഡിൻ്റെ സഹായം കൂടി വേണം എന്നുള്ളൊരു ആവശ്യത്തിലാണ് ഇപ്പോൾ പോലീസ് രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും പ്രതികളെ ഉടൻ പിടികൂടും എന്ന് തന്നെയാണ് മുഖം രക്ഷിക്കാനുള്ള ശ്രമത്തോടുകൂടി പോലീസ് പറയുന്നത്. ഓട്ടപ്രശ്നം പൂർണ്ണമാകുന്നു. നമസ്കാരം. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599.
ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം.